മാംഗല്യം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ഒരു നിമിഷം ആൽബി കണ്ണുകൾ ചിമ്മി അടച്ചു. അവളുടെ ആ വാക്കുകൾ ആൽബിയെ ചെറുതല്ലാത്ത രീതിയിൽ ഒന്ന് ഞെട്ടിച്ചിരുന്നു. എന്തിനെന്നറിയാതെ ഒരു മുഖം അവന്റെ മനസ്സിലേക്ക് മിന്നൽ പോലെയാണ് കയറി വന്നത്. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഛേ, ഇത് വല്ലാത്ത കഷ്ടാണല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഈ പെണ്ണിന് 100-110 സ്പീഡിൽ എന്റെ മനസ്സിലേക്ക് വന്ന് ഇടിച്ചു കയറുന്നത്. തലയൊന്ന് കുടഞ്ഞുകൊണ്ടവൻ മുന്നിലിരുന്നവളെ നോക്കി. അവിടെ ഇപ്പോഴും കണ്ണീരും കൈത്തടവലും ഒക്കെ തന്നെ നടക്കുന്നു. എന്തോ പറഞ്ഞവളെ വീണ്ടും കളിയാക്കണമെന്ന് തോന്നിയെങ്കിലും പെണ്ണിന്റെ ആ ഇരിപ്പ് കാണെ അത് പറയാതെ അവൻ ഒരു വേള നിശബ്ദനായി. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഹരി മയക്കം വിട്ട് കണ്ണു തുറന്നത്. അവൻ ആദ്യം കണ്ടത് സൈഡ് ബെഡിൽ ചാഞ്ഞിരുന്നുറങ്ങുന്ന ആൽബിയാണ്. പിന്നെ അവന്റെ കണ്ണുകൾ ചുറ്റും പരതിയപ്പോൾ തന്റെ കൈ മെല്ലെ തടവിക്കൊണ്ട് കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുന്നവളെ കണ്ടു. ഹരി വാടിയൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ അവൾ തനിക്ക് വേണ്ടി എന്തുമാത്രം ഭയന്നിരുന്നുവെന്ന് അവന് മനസ്സിലായി. ഒരേ സമയം അവളോട് വാത്സല്യവും ഹൃദയം നിറഞ്ഞ പ്രണയവും അവനിൽ നിറഞ്ഞു. തനിക്കായി കണ്ണുനീർ പൊഴിക്കുന്ന തന്റെ പെണ്ണിനെ നോക്കി അവന്റെ ഉള്ളം വിങ്ങി. താൻ ഉണർന്നെന്ന് കണ്ടതും തന്നെ നോക്കി കണ്ണീർ പൊഴിക്കുന്നതല്ലാതെ അവൾ അടുത്തേക്ക് വരുന്നില്ല എന്ന് കണ്ട് അവൻ അവൾക്ക് നേരെ തന്നെ ഇടത് കൈ നീട്ടി. വന്നേ. അവൾ അവന്റെ മുഖത്ത് നോക്കിയിരുന്നല്ലാതെ അനങ്ങിയില്ല. വാടി കൊച്ചേ. അത്രയും സ്നേഹത്തോടെ തളർന്ന ശബ്ദത്തിൽ അവൻ അവൾക്ക് നേരെ കൈനീട്ടി വിളിച്ചു. അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ അവൾക്ക് പെട്ടെന്ന് ഓടിയെത്തി അവന്റെ അരികിൽ ചേർന്നിരുന്നു. ഒപ്പം കൈകളാൽ ആ മുഖം ആകെ ഒന്ന് തലോടി. വയ്യാഴിക കുറവുണ്ടോ നന്ദേട്ടാ? അവന്റെ കവിളിൽ കൈ ചേർത്തവൾ മെല്ലെ ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വലത് കൈ ഉയർത്താൻ നോക്കിയതും കയ്യിൽ കിടന്ന ക്യാനുലയിൽ അവന്റെ കൈയും നൊന്തു. അവന്റെ മുഖം ചുളിഞ്ഞു. എന്തു പറ്റി ഹരിയേട്ടാ? വയ്യേ? എന്തെങ്കിലും വേണോ? ഡോക്ടറെ വിളിക്കണോ? ചാടി പിരണ്ട് എഴുന്നേറ്റുകൊണ്ട് അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ഹരി കൈയെത്തി അവളെ കയ്യിൽ പിടിച്ചു നിർത്തി. ഇങ്ങനെ പേടിക്കല്ലേ കണ്ണേ. കയ്യിലെ ട്രിപ്പ് ഇട്ടതിന്റെയാണെന്ന് തോന്നും. അവൻ മെല്ലെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ട്രിപ്പിലേക്കാണ് പോയത്. അത് ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്. ഇതിപ്പോ തീരും നന്ദേട്ടാ. ഞാൻ പോയി നഴ്സിനെ ആരെങ്കിലും വിളിച്ചുകൊണ്ടുവരാം. പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റതും അവൻ അവളുടെ കയ്യിലൊന്ന് പിടിച്ചു. എന്താ നന്ദേട്ടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വയ്യേ? അവന്റെ പിടുത്തത്തിൽ ഭയന്നവൾ പിന്നെയും വെപ്രാളത്തോടെ അവന്റെ അരികിലേക്കിരുന്ന് ചോദിച്ചതു. ഒന്നുമില്ല കണ്ണേ. നീ ഇങ്ങനെ എല്ലാത്തിനും പേടിക്കല്ലേ കൊച്ചേ. അവൻ കണ്ണു ചിമ്മിയൊന്ന് ചിരിച്ചതും അവളുടെ മുഖത്തെ ആശങ്ക അല്പം കുറഞ്ഞു. പറഞ്ഞത് കേൾക്കു കൊച്ചേ. നീ പോയി ആ നഴ്സിനെ വിളിച്ചോണ്ട് വാ. ഇത് നമുക്കങ്ങ് മാറ്റാം. അവൻ കൈവിട്ടതും അവൾ സൈഡിൽ കിടന്നുറങ്ങുന്ന ആൽബി ഒന്ന് നോക്കി. അവൻ കിടന്നോട്ടെ. ക്ഷീണം കാണും. നീ പോയി വിളിച്ചാൽ മതി. ഹരി പറഞ്ഞതും അവൾ തല ഉലുക്കി പുറത്തേക്ക് നടന്നു. 1-2 സ്റ്റെപ്പ് നടന്നതുമല്ല, ഇങ്ങോട്ട് വരുന്ന സിസ്റ്ററിനെയാണ് അവൾ കണ്ടത്. സിസ്റ്ററെ, ഏട്ടന്റെ ട്രിപ്പ് കഴിഞ്ഞു. അവൾ വേഗത്തിൽ പറഞ്ഞതും ആ സിസ്റ്റർ അവളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അത് നോക്കാനാട്ടോ ഞാൻ വന്നത്. സിസ്റ്റർ അകത്തേക്ക് കയറി ട്രിപ്പ് മാറ്റിക്കൊണ്ടിരിക്കെ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? കയ്യിൽ നിന്നും നീഡിൽ മാറ്റിക്കൊണ്ട് സിസ്റ്റർ ചോദിച്ചതും ഹരി ചെറുങ്ങനെ ഒന്ന് തല കുലുക്കി. എങ്കിൽ പിന്നെ പ്രശ്നമില്ല. ട്രിപ്പ് കഴിഞ്ഞാൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അല്ലേ? പൂവ്. അവൾക്ക് മുന്നേ അവൻ കയറി പറഞ്ഞു. ഓക്കെ, എന്നാലും ഒരു 10 മിനിറ്റ് കൂടി കിടന്നോളൂ. ചിലപ്പോ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലകറക്കം വരാൻ സാധ്യതയുണ്ട്. അത് കേട്ടതും അവൾ വീണ്ടും വെപ്രാളത്തോടെ ഹരിയെ നോക്കി. അവൻ പക്ഷെ പതിയെ പുഞ്ചിരിയോടെ അവളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. സിസ്റ്റർ ട്രിപ്പ് മാറ്റിപ്പോയതും മണിക്കുട്ടിയുടെ നോട്ടം അവന്റെ കയ്യിലേക്കായി. ക്യാനുല എടുത്ത സ്ഥലത്ത് ചെറുതായി രക്തം പൊടിഞ്ഞു നിൽക്കുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. എന്റെ പൊന്നു കണ്ണേ, ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല കൊച്ചേ. നീ ചുമ്മാ കരഞ്ഞ് അടുത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അവളുടെ കയ്യിൽ പിടിച്ച് പെണ്ണിനെ തന്റെ അരികിലേക്ക് ഇരുത്തിക്കൊണ്ട് പതിവ് കുസൃതിയോടെ ഹരി പറഞ്ഞതും അവൾ മറ്റൊന്നും ആലോചിക്കാതെ അവന്റെ നെഞ്ചിലേക്ക് വീണ് ഏങ്ങിക്കരഞ്ഞു. അതുവരെ അവളുടെ കണ്ണുനീർ കണ്ടിട്ടും മനസ്സുകൊണ്ട് പിടിച്ചു നിന്ന ഹരിക്ക് ആ കരച്ചിൽ കണ്ട് വല്ലാതെ പേടിയായിപ്പോയി. കണ്ണേ, എന്താടി? എന്തു പറ്റി? എന്തിനാ നീ എന്നെ കരയുന്നേ? അവനെ മുറുക്കി പിടിച്ചവൾ ഏങ്ങലടിച്ചുകൊണ്ട് അവനെ മിഴികൾ ഉയർത്തി നോക്കി. ഇങ്ങനെയൊന്നും കിടന്നേക്കല്ലേ നന്ദേട്ടാ. എനിക്ക് ഇങ്ങനെയൊന്നും നന്ദേട്ടനെ കാണാൻ പറ്റില്ല. അവളുടെ വാക്കുകൾ കേട്ടതും ഹരിയുടെ കണ്ണുകളും നിറഞ്ഞു. പറഞ്ഞതല്ലേ നിങ്ങൾ അച്ഛനും മോളോടും. എന്നിട്ട് രണ്ടും കൂടി എന്റെ വാക്ക് കേൾക്കാഞ്ഞിട്ടല്ലേ രണ്ടിനും വയ്യാതായത്. രണ്ടിനും ഉണ്ടല്ലോ ഞാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും നിങ്ങൾ അച്ഛനും മോക്കും എന്നെ സങ്കടപ്പെടുത്തുന്നതാ ഇഷ്ടം. പരാതികൾ ഓരോന്നായി പറഞ്ഞുകൊണ്ട് വീണ്ടും കരയുന്നവളെ ഹരി ഒരുപാട് സ്നേഹത്തോടെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവന്റെ മുഖത്ത് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നവളെ മറ്റൊന്നും ആലോചിക്കാതെയാണ് അവൻ ആ ചേർത്ത് പിടിച്ച് കിടന്നത്. ആ നെഞ്ചിന്റെ ചൂടിലേക്ക് മുഖം അമർന്നതും മണിക്കുട്ടി അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു.
അവനും അതേ ഇഷ്ടത്തോടെ അവളെ തന്റെ ശരീരത്തിലേക്ക് വരിഞ്ഞു മുറുക്കി. അവന്റെ ആ ചൂടിലേക്ക് ചാഞ്ഞ മണിക്കുട്ടി അങ്ങനെ തന്നെ കുറച്ചുനേരം കിടന്നു. പരസ്പരം മൗനം കൊണ്ട് മാത്രം സംസാരിച്ച നിമിഷങ്ങൾ. നേരം കുറെ കഴിഞ്ഞിട്ടും മണിക്കുട്ടിയുടെ അനക്കമൊന്നുമില്ലെന്ന് കണ്ട് ഹരി മുഖം താഴ്ത്തി നോക്കുമ്പോൾ കാണുന്നത് തന്റെ നെഞ്ചിൽ കിടന്ന് മയങ്ങുന്നവളെയാണ്. കുഞ്ഞു കുട്ടികൾ ഉറങ്ങുന്ന പോലെ വാ അല്പം തുറന്നു വെച്ച് തന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞു പെണ്ണ്. പെട്ടെന്ന് അവൻ അവളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോയി. ഒപ്പം ഈ നേരം വരെ പെണ്ണ് തനിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നത് ഓർത്തതും അവൻ അവളുടെ നെറുകയിൽ മെല്ലെ ഒന്ന് ചുംബിച്ചു. പിന്നെ അവളെ തന്റെ ചൂടിലേക്ക് ചേർത്ത് അടുപ്പിച്ച് കിടത്തി. ഈ ഒരുവൾ തന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേയും ഇപ്പോഴുമുള്ള കാലങ്ങളിലേക്ക് വെറുതെ അവന്റെ മനസ്സൊന്ന് പതറി ഓടി. ഇതുപോലെ എത്ര പനികൾ വന്നു പോയിരിക്കുന്നു. അന്നൊക്കെ അച്ഛന്റെ ടെൻഷൻ കാരണം ശരിക്കൊന്ന് പനിച്ചു കിടക്കാൻ പോലും തനിക്ക് പറ്റിയിട്ടില്ല. താനൊരു അല്പനേരം കൂടുതൽ കിടന്നാൽ പോലും പനി കൊണ്ട് തനിക്ക് വയ്യാതായോ എന്നുള്ള ടെൻഷൻ കാരണം ഉറക്കമുളച്ച് അച്ഛൻ കൂട്ടിരിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും എത്ര വയ്യെങ്കിലും അതൊന്നും കാണിക്കാതിരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോ തന്റെ ചെറിയ ഒരു മാറ്റം പോലും സഹിക്കാൻ വയ്യാതെ കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കാൻ ഒരുവൾ. ആ പ്രണയവും സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിക്കാൻ മാത്രം കള്ളത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന താൻ. ഹരി ഒരു നിമിഷം അവളെ കൂടുതൽ അമർത്തി തന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. തന്റെ പ്രണയം, തന്റെ മാത്രം കൺമണി. ഇത്തിരി കഴിഞ്ഞ് ഹരി കയ്യിലിരുന്ന് വാച്ച് നോക്കുമ്പോഴാണ് സമയം ഏകദേശം 5 മണിയോട് അടുക്കുന്നതായി കണ്ടത്. അവൻ സൈഡിലേക്ക് നോക്കിയപ്പോൾ ഒരാളിപ്പോഴും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഇവിടെ നടന്ന ഒന്നും ഈ നിമിഷം വരെ അറിഞ്ഞിട്ടില്ലെന്ന തോന്നൽ ആ കിടപ്പ് കണ്ടപ്പോൾ തന്നെ അവന് വന്നു. തലേന്ന് എന്തൊക്കെയോ ഒരുപാട് പരിപാടികൾ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. ധർണയും പ്രതിഷേധ സമരവും അങ്ങനെ എന്തൊക്കെയോ. അങ്ങനെ ആകെ തളർന്നാകും വീട്ടിലേക്ക് വന്നത്. എന്നിട്ടും അവള് വിളിച്ചപ്പോ ഒരു വാക്കുപോലും മറത്തു പറയാതെ തനിക്ക് വേണ്ടി മാത്രം ആൽബി അത്രയും ക്ഷീണത്തിൽ കൂടി ഓടി വന്നതാണ്. അതുകൊണ്ടാകും ഇവിടെ വന്ന് കിടന്നതേ പാവത്തിന് ഓർമ്മയുള്ളൂ. ഉറങ്ങിപ്പോയി. മയക്കത്തിനിടയിലും അതൊക്കെ താൻ കണ്ടിരുന്നു. അവന്റെ ആ ക്ഷീണവും തളർച്ചയും അറിയാവുന്നത് കൊണ്ട് തന്നെയാവണം മണിക്കുട്ടിക്കും അവനെ വിളിച്ചുണർത്താനോ ഉറക്കം കളയാനോ തോന്നിച്ചില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് ഹരിയുടെ കണ്ണുകൾ തന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നവളിലേക്കെത്തി. പക്ഷെ ഈ നേരം വരെ തന്റെ കാര്യം ആലോചിച്ച് ടെൻഷനിലായിരുന്ന പെണ്ണ് ഇപ്പോൾ തന്റെ ചൂടിൽ മയങ്ങുന്നത് കണ്ടപ്പോൾ അവളെയും വിളിച്ചുണർത്താൻ ഹരിക്ക് മനസ്സ് വന്നില്ല. ആ ഉറക്കം ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു. രാവിലെ സിസ്റ്റർ വീണ്ടും വന്നപ്പോഴാണ് മണിക്കുട്ടി ഞെട്ടിയുണർന്നത്. അയ്യോ, ഞാൻ ഇത്ര നേരം ഉറങ്ങിപ്പോയോ? അവന്റെ നെഞ്ചിൽ നിന്ന് ചാടിപ്പീരണ്ട് എഴുന്നേറ്റവൾ സിസ്റ്ററിനെ നോക്കി ചോദിച്ചു. അത് കേട്ട സിസ്റ്റർ ഒന്ന് ചിരിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ മാഡം സാറിനെ നോക്കി ഉറങ്ങാതിരുന്നതല്ലേ? അതിന്റെ ക്ഷീണത്തിൽ മയങ്ങിപ്പോയതാകുമെന്ന് കരുതിയാണ് നേരത്തെ ഞാൻ വന്നപ്പോഴും മാഡത്തെ വിളിക്കായിരുന്നത്. സാറും പറഞ്ഞു മാഡത്തെ വിളിക്കേണ്ട എന്ന്. അത് കേട്ടതും കുറച്ചു മുമ്പ് സിസ്റ്റർ വന്നിരുന്നു എന്നും ഹരി തന്നെ വിളിക്കേണ്ടെന്ന് പറഞ്ഞെന്നുമൊക്കെ മനസ്സിലായപ്പോൾ മണിക്കുട്ടി അവനെ ഒന്ന് നോക്കി. അപ്പോഴും സ്വതസിദ്ധമായ ആ നേർത്ത പുഞ്ചിരി അവന്റെ ചുണ്ടിലുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് സർ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സിസ്റ്റർ ഹരിക്ക് നേരെ തിരിഞ്ഞ് ചോദിച്ചതും അവൻ വെറുതെ തലയാട്ടി. നന്ദേട്ടാ, ശരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്നലത്തെ പോലെ ക്ഷീണം വല്ലതും തോന്നുന്നുണ്ടോ? ഛർദ്ദിക്കാനോ മറ്റോ വരുന്നുണ്ടോ? സിസ്റ്ററുടെ ചോദ്യം കേട്ടതും മണിക്കുട്ടി പെട്ടെന്ന് അവന്റെ അരികിലേക്ക് എത്തി. മുഖവും കൈയും ഒക്കെ തലോടിക്കൊണ്ട് വേഗത്തിൽ ചോദിച്ചു. എനിക്കൊന്നുമില്ല എന്റെ കണ്ണേ. നീ ഞാൻ ഉറങ്ങുന്നത് കണ്ടതല്ലേ? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴേ ഇവിടുന്ന് പോയേനെ. ചെറിയൊരു ചിരിയോടെ ഹരി പറഞ്ഞതും അവളുടെ കണ്ണുകൾ അവന് നേരെ കൂർത്തു. അതെ മേഡം, സാറിന് ആന്റിബയോട്ടിക്കൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് കൃത്യസമയത്ത് തന്നെ കൊടുക്കാൻ നോക്കണം. ഡോക്ടർ പറഞ്ഞതുപോലെ 5 ദിവസം കഴിഞ്ഞ് ഒന്ന് കാണിക്കാൻ വരണം കേട്ടോ. ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ എന്ന പോലെ സിസ്റ്റർ ചോദിച്ചതും അവനും അവളും ഒരുപോലെ തലയാട്ടി. എങ്കിൽ പിന്നെ ഡിസ്ചാർജ് ആവാല്ലേ? ഞാൻ ബില്ല് കൊണ്ടുവരട്ടെ? സിസ്റ്റർ അത് പറഞ്ഞതും മണിക്കുട്ടി തലയാട്ടി. മാഡം താഴേക്ക് വരുന്നുണ്ടോ? മണിക്കുട്ടിയെ നോക്കി സിസ്റ്റർ ചോദിച്ചതും മറുപടി പറഞ്ഞത് ഹരിയാണ്. വേണ്ട, സിസ്റ്റർ ബെല്ല് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. അവളെ ഒറ്റയ്ക്ക് താഴേക്ക് വിടാൻ എന്തോ അവന് മനസ്സ് വന്നില്ല. അല്ല സർ, ഈ കിടന്നുറങ്ങുന്ന ആളെ ഇനിയും വിളിക്കുന്നില്ലേ? താൻ വരുമ്പോഴൊക്കെ കാര്യമായി കൂർക്കം വലിച്ചുറങ്ങുന്ന ബൈസ്റ്റാൻഡറെ നോക്കി സിസ്റ്റർ അല്പം കളിയാക്കലോടെയാണ് ചോദിച്ചത്. മെമ്പർ കിടന്നുറങ്ങിക്കോട്ടെ സിസ്റ്ററെ. ഇന്നലെ മുഴുവൻ എന്തൊക്കെയോ പ്രകടനം തല്ലുമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതിന്റെ ക്ഷീണമാകും ഈ കിടപ്പ്. അതുവരെ സങ്കടത്തോടെ ഇരുന്ന മണിക്കുട്ടിയും സിസ്റ്ററുടെ കളിയാക്കൽ ഒപ്പം ചേർന്ന് ആൽബിയെ നോക്കി പറഞ്ഞു. അതെ, മെമ്പർക്കൊന്നും മൂടിപ്പോച്ച് കിടക്കാൻ പോലും സമയം കിട്ടാറില്ല. അത് കേട്ടതും എല്ലാരും ഒന്ന് ചിരിച്ചു. സിസ്റ്റർ യാത്ര പറഞ്ഞിറങ്ങിയത് മണിക്കുട്ടി ചിരിച്ചുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ശരിക്കും പനിക്ക് കുറവില്ലേ നന്ദേട്ടാ? അവൾ അവന്റെ കവിളിൽ തലോടിക്കൊണ്ട് വീണ്ടും ഉറപ്പുവരുത്താൻ എന്ന പോലെ ചോദിച്ചു. എന്റെ പൊന്നെ, ഇതൊരു സാധാരണ പനിയാ. നിന്റെ ഈ തൊടലും പിടിക്കലും ചോദ്യമൊക്കെ കേട്ടതൊന്നും എനിക്കെന്തോ വലിയ. പറഞ്ഞു തീർക്കും മുന്നേ അവൾ ആ വായി പൊത്തി. ദേ, മിണ്ടാതിരുന്നോണം. നാവ് വളച്ചോരൊന്നും പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിലും ഉണ്ടല്ലോ. മാണിക്കുട്ടിയുടെ മുഖം പെട്ടെന്ന് സങ്കടത്തിൽ ചുവന്നു. ഓ, ഇനി അതിന്റെ പേരിൽ തല്ലി വെക്കണ്ട എന്റെ കണ്ണേ. അല്ലെങ്കിൽ തന്നെ എനിക്ക് വയ്യ.
ഈ ഒരു കാര്യം പറഞ്ഞ് നിന്നോട് വഴക്കിടാനുള്ള ആരോഗ്യമൊന്നും ഇപ്പൊ നിന്റെ നന്ദേട്ടനില്ല കൊച്ചേ. ഇനിയിപ്പോ അതൊക്കെ കിട്ടണമെങ്കിൽ വേറെ ചിലതൊക്കെ കിട്ടേണ്ടി വരും. അവളുടെ ചുണ്ടിലേക്ക് നോക്കിയുള്ള അവന്റെ ആ പതിഞ്ഞ ശബ്ദം കേട്ടതും മണിക്കുട്ടി പെട്ടെന്ന് വിയർത്തുപോയി. നന്ദേട്ടാ, വല്ലാത്തൊരു വിറയലോടെ പറഞ്ഞുകൊണ്ട് പെണ്ണി എഴുന്നേൽക്കാൻ പോയതും അവളിൽ അവന്റെ പിടി വീണിരുന്നു. അപ്പോ അടുത്ത ഭാഗമായിട്ട് നമുക്ക് നാളെ കാണാവേ. അപ്പൊ കഥ ഇഷ്ടമാവുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കഥ ഇത്രയും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത ഭാഗമായിട്ട് നാളെ കാണാം. നന്ദി.